ഹായ് വെൽക്കം ടു ജൂനോസ് കിച്ചൺ. നമ്മളെ ഗ്രോ ബാഗിൽ ചെറിയ കുഞ്ഞിമത്തന്മാരുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഈ ഗ്രോ ബാഗിൻ്റെ മത്തൻ്റെ വള്ളിയിലത്തെ ഇല വെച്ചിട്ട് ഞാനൊരു തോരനൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. ചെറുതാണല്ലേ, എന്നാലും നമ്മളിപ്പോൾ കുഴിച്ചിട്ടുണ്ടാക്കി നമുക്കതിൽ കായൊക്കെ വരുമ്പോൾ നല്ല സന്തോഷമല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അല്ലേ. അതിപ്പോൾ നമുക്ക് ഈ മത്തം വെച്ചിട്ട് നാടൻ എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അതിന് കുറച്ച് പരിപ്പ്, ചെറിയൊരു മത്തൻ്റെ പീസും ഒരു ചെറിയ ചേനേൻ്റെ പീസും ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ എരിവിന് ചീനമുളക് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. ചീനമുളക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇപ്പം തേങ്ങ നല്ലതുപോലെ ഫൈനായിട്ട് അരയ്ക്കാറില്ല കേട്ടോ. ഒരു 3 സ്പൂൺ തേങ്ങ എടുത്ത് ചെറിയുള്ളി അതേപോലെ തന്നെ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഈ സമയത്ത് വെന്ത് കഴിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരപ്പ് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് ലൈറ്റായിട്ട് നാവി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. നല്ല നമ്മൾ നാടൻ എരിശ്ശേരി കേട്ടത്. അപ്പോൾ ഇതിൻ്റെ വറവിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് കുറച്ച് കൂടുതൽ തന്നെ ഇടുക. അതേപോലെ തന്നെ ഉണക്കമുളക് ചതച്ച നമ്മുടെ തേങ്ങ കുറച്ച് കൂടുതലിട്ട് അത്രയും ടേസ്റ്റ് ഇട്ട് കറിവേപ്പില ഇട്ടിട്ട് സിമ്മിലിട്ട് ബ്രൗൺ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരിക, അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി എരിശ്ശേരി അല്ലേ. അപ്പോൾ ഈ എരിശ്ശേരി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.